നമുക്കൊക്കെയുള്ള പരാതിയാണ്. അള്ളാന്റെ മുന്നിൽ കരയാൻ കഴിയുന്നില്ല, ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരുന്നില്ല, നിസ്കരിക്കുമ്പോൾ കരച്ചിൽ വരുന്നില്ല, ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ വരുന്നില്ല. അതിനുള്ള പ്രതിഫലം എന്താ? അതിനുള്ള പരിഹാരം എന്താണ്? പ്രതിവിധി എന്താണ്? വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ തറാ അയുനഹും അവരുടെ കണ്ണുകൾ പ്രവാചകരെ താങ്കൾക്ക് കാണാം. തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. ആ കണ്ണുകളിലൂടെ കണ്ണുനീരതാ ചാലിട്ടൊഴുകുകയാണ്. നിനക്ക് കരയാൻ കഴിയുന്നില്ലേ? നീ ഖുർആൻ ധാരാളമായി കേൾക്ക്. നിന്റെ ഹൃദയം നൈർമല്യമുള്ളതാകും, നിന്റെ ഹൃദയം വളരെ നേർത്തതാകും, പെട്ടെന്ന് കരയാൻ നിനക്ക് കഴിയും. ഖുർആൻ ധാരാളം കേട്ടാൽ മതി. നമ്മൾ കേട്ടിട്ടില്ലേ ഒരുപാട് കാരികൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അവരെങ്ങനെ കരയാണ്. ചില കാരികൾക്കൊന്നും അങ്ങോട്ട് മുന്നോട്ട് ഓതാൻ പറ്റുന്നില്ല. ഓർമ്മയുണ്ട്, ഹറമിൽ ഒരു വട്ടം നമസ്കരിക്കാൻ വന്നപ്പോ സൂറത്തുൽ ഫാത്തിഹ പൂർത്തീകരിക്കാൻ കഴിയാതെ സൗദ് ശുറൈം കഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രയാസം സൂറത്തുൽ ഫാത്തിഹ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എത്ര വട്ടം നമ്മുടെ ഫാത്തിഹ എത്ര വട്ടം ഫാത്തിഹ ഇതുവരെ കരച്ചിൽ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഫാത്തിഹ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, മുന്നോട്ട് ഓതാൻ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, കരച്ചിൽ വന്നിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദറജയിലേക്ക് നമ്മെ എത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഖുർആനിന്റെ ഓരോ ആയത്തുകളും നമ്മൾ നിയന്ത്രിക്കും. ഓരോ ആയത്തുകളും നമ്മൾ നിയന്ത്രിക്കും. അങ്ങനെയാണല്ലോ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് ചെലവാക്കുന്നത് വരെ അല്ലാഹ് നിങ്ങളുടെ നന്മ പൂർത്തിയാക്കുകയില്ല. അല്ലാഹുവിന് വേണ്ടി ചെലവാക്കുക. ഈ ആയത്ത് കേട്ടപ്പോഴാണ് വലിയൊരു ദാനം ചെയ്തത്. ബൈറൂഹ എന്ന് പറയുന്ന വലിയൊരു തോട്ടം അദ്ദേഹത്തിന് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. മദീന പള്ളിയുടെ നേരെ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് കയറുകയും അവിടുന്ന് വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അദ്ദേഹം പറയാണ്, റസൂലേ, ഞാൻ ആ തോട്ടം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒറ്റ ആയത്ത് അത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയത്. എത്ര ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടപ്പോ വലിയ സമ്പാദ്യമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം തന്റെ സമ്പാദ്യം ഇങ്ങനെ ഓർത്തു നോക്കുകയാണ്. അദ്ദേഹത്തിന് ഉള്ള സമ്പാദ്യങ്ങൾ ഇങ്ങനെ ഓർത്തു നോക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായി വന്നത് റോമക്കാരിയായ ഒരു അടിമ സ്ത്രീയാണ്, സുന്ദരിയാണ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ആ സ്ത്രീയെ മോചിപ്പിക്കാൻ, ആ അടിമയെ മോചിപ്പിക്കാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ത്രീയെ കല്യാണം കഴിക്കായിരുന്നു. അതുപോലെ അദ്ദേഹം ചെയ്തില്ല. കാരണം തന്റെ ദാനം പൂർത്തിയാകാതായിരിക്കുമോ ആയിപ്പോകുമോ എന്ന് പഠിച്ചിട്ട് അതുപോലും അദ്ദേഹം ചെയ്തില്ല. ഈ ഒരു രീതിയിൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയണം. ഖുർആനിന് വേണ്ടി കഷ്ടപ്പെടാനും പ്രയാസപ്പെടാനും നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് ഒഴികഴിവുകൾ പറയും. നിങ്ങൾക്കറിയോ മഹാനായ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആരാണ്? അദ്ദേഹം പ്രസിദ്ധനാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കണ്ണ് കാണൂല, അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരാൻ കഴിയുന്നില്ല, ഞാൻ വരണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ച സഹാബിയില്ലേ, ആ സഹാബി പരിശുദ്ധ ഖുർആനിൽ അഗ്രഗണ്യനായിരുന്നു. കണ്ണ് കാണില്ല, എന്നിട്ടും ഖുർആൻ മനപ്പാടാക്കി. എത്രത്തോളം അറിയോ? മദീനയിലേക്ക് ദാവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൂടെ അയച്ച മറ്റൊരാളാണ് ഉമ്മി മക്തൂം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഖുർആൻ ഓതിയിട്ട് അങ്ങനെ ദാവത്ത് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ചു നോക്ക്. ആ ഖുർആൻ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മുസ്ഹഫ് ഖുർആൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൽപ്പന കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? രണ്ട് ഉഹുദ് മലകൾ രണ്ട് ഭാഗത്ത് പിടിച്ചിട്ട് ഒരുമിച്ചാക്കാൻ പറയുമെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു, പക്ഷേ അതിനേക്കാൾ ഭാരമുള്ള പണിയാണ് എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം അതിന് പാടുപെട്ടു, കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു, പരിശ്രമിച്ചു. എന്നിട്ട് അദ്ദേഹം മുസ്ഹഫിന്റെ രൂപത്തിൽ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് വെച്ചു തന്നു. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഖുർആനിന്റെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ആ ഹർഫിന്റെ ഒരു സ്റ്റേക്ക്, ഒരു ഷെയർ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലെത്തും. അവരൊക്കെ നാളെ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ എത്രമാത്രം വലിയ ദറജയിലായിരിക്കും, എത്ര പ്രതിഫലമാണ് ഓരോ ദിവസവും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഏതെങ്കിലും ഒരു അരികിലെങ്കിലും എത്തിപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ഒരിക്കൽ പറയാണ്, കഅബേ, അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബയ്യിന നിനക്ക് ഓതി കേൾപ്പിച്ചു തരാൻ.
അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബയ്യിനക്ക് ഓതി കേൾപ്പിച്ചു തരാൻ. അദ്ദേഹം കരയാൻ തുടങ്ങി. ഉബയ്യ് ഇബ്നു കഅബ് കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അസമ്മാനില്ലാഹി ലക്, അള്ളാഹു എന്റെ പേര് താങ്കളോട് പറഞ്ഞോ, എന്റെ നാമം താങ്കളോട് പറഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം സമ്മാകല്ലാഹു ലി, അതെ കഅബ് അങ്ങയുടെ പേര് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്ങേക്ക് ഓതി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബികൾ കൂട്ടം കൂട്ടമായി ഒറ്റയും തെറ്റയുമായി ഹിജ്റ പുറപ്പെട്ട സമയം, ആ സമയത്താണ് മഹാനായ ശുഐബ് സിനാൻ റൂമി റളിയല്ലാഹു അൻഹു ആ സ്വഹാബി പുറപ്പെടുന്നത്. അദ്ദേഹം റോമിൽ നിന്ന് മക്കയിലേക്ക് വന്നതാണ്. എന്നിട്ട് അവിടുന്ന് കച്ചവടം ചെയ്തിട്ട് വലിയ പണം ഉണ്ടാക്കി, വലിയ പണക്കാരനായി, വലിയ കച്ചവടക്കാരനായി. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങി അവസാനം റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റക്ക് പുറപ്പെട്ടപ്പോ മക്കയുടെ അതിർത്തിയിൽ വെച്ചിട്ട് ഖുറൈശികൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ നാട്ടുകാരനല്ല, നീ ഇവിടുന്ന് വന്നിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഈ പണം കൊണ്ട് മുഹമ്മദിന്റെ കൂട്ടത്തിൽ പോകാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിന്നെ സമ്മതിക്കൂല എന്ന് പറഞ്ഞപ്പോ തിരിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ അറിയോ? എന്റെ സമ്പത്ത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, എന്റെ സമ്പത്ത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പോകാൻ സമ്മതിക്കുമോ? അവിടെ സമ്പത്തൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് ഒന്നുമല്ല, അങ്ങോട്ട് ഒഴിവാക്കാൻ. അപ്പൊ ഖുറൈശികൾ എന്നാ പോയിക്കോ, നിന്റെ സമ്പത്ത് അത്രയും വലിയ സമ്പത്ത് ഇവിടെ വിട്ടു പോവുകയാണെങ്കിൽ പിന്നെ നിന്നെ അവിടെ അങ്ങനെ അദ്ദേഹം പോയി. അദ്ദേഹം പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയച്ചു. എന്നിട്ട് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കാണ്, ഒരു മനുഷ്യൻ വരുന്നുണ്ട്, ഒരു മനുഷ്യൻ വരുന്നുണ്ട്, ലാഭകരമായ കച്ചവടം നടത്തിയിട്ടാണ് ആ മനുഷ്യൻ വരുന്നത്. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. വമിനൻ നാസി മൻ യശ്തരി വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ തന്നെ വിറ്റ് കളഞ്ഞവർ അവരുടെ ആളുകളുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. റബിഹത് തിജാറ, റൂമി അങ്ങയുടെ കച്ചവടം ലാഭകരമായിരിക്കുന്നു, ലാഭകരമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു ആയത്തിലൂടെ അല്ലാഹു അദ്ദേഹത്തെ ബഹുമാനിച്ചു. അങ്ങനെ ബഹുമാനിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇന്നും അല്ലാഹു ഖുർആനിലൂടെ ആളുകളെ ബഹുമാനിക്കുന്നുണ്ട്. ചില ആളുകളുടെ ഇസ്സത്ത് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഉയർത്തുന്നുണ്ട്. ചില ആളുകളുടെ ദില്ലത്തും പരിശുദ്ധ ഖുർആനിലൂടെ ഉയർത്തുന്നുണ്ട്. ചില ആളുകളെ അല്ലാഹു അപമാനിക്കുകയാണ്, ചില ആളുകളെ അല്ലാഹു ഇസ്സത്തിലൂടെ ഉയർത്തുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ഖുർആനിലൂടെ ഇസ്സത്ത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാദാ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ വക്താക്കളായി, ആ പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തബികളായി, യഥാർത്ഥ മുവഹിദുകളായി, മുഖ്ലിസുകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും സംശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജീവിതത്തിന്റെ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളാകാനും അവസാനം നിന്നിലേക്ക് മടങ്ങുമ്പോൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് തിരിച്ചു വരാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.